السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഈ മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ, മറ്റു വേദിയിലുള്ള പ്രമുഖന്മാരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിശുദ്ധമായ വേദിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരു സുദീർഘമായ പ്രസംഗത്തിനുള്ള സമയമില്ല. നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. നമുക്കേവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട സയ്യിദ് പുകോയ തങ്ങളുടെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു ആ മഹാനുഭാവന് ആഖിറത്തിൽ ദറജയേറ്റി കൊടുക്കുമാറാവട്ടെ. നമുക്കും അവർക്കും കുടുംബത്തിനും സ്വർഗീയ ലോകത്ത് ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരോട് ആദരവ് പ്രകടിപ്പിക്കുക, ആദരവ് കാണിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ബാധ്യതയാണ്. എന്ന് വെച്ചാൽ അവൻ്റെ ദുന്യാവും ആഖിറവും വിജയിക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തെ സ്നേഹിക്കാതെ കണ്ട് അവർക്ക് പരിശുദ്ധമായ ഇസ്ലാം നൽകിയ ആ സ്ഥാനവും ബഹുമാനവും വകവെച്ചു കൊടുക്കാതെ കണ്ട് ഒരാൾക്കും ഒരു യഥാർത്ഥ മൂമിനായി മുസ്ലിമായി മരിക്കാൻ പറ്റുകയില്ല എന്ന കാര്യം വ്യക്തമാണ്. കാരണം ബഹുമാനപ്പെട്ട അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ അഹ്ലു ബൈത്ത് കസഫീനത്തി നൂഹിൻ അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അംബിയ 950 കൊല്ലം നബിയായി ജീവിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പല് പോലെയാണ് എൻ്റെ അഹ്ലു ബൈത്ത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഫമൻ റകിബ ഫിഹാ നജാ ഔ കമാ ഖാൽ. ആ കപ്പലിൽ ആര് കയറിയോ അവൻ രക്ഷപ്പെട്ടു, കയറാത്തവർ മുഴുവൻ പരാജയപ്പെടുകയും ചെയ്യും. നമുക്കറിയാം, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കപ്പലുണ്ടാക്കാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ ആ കപ്പലിൽ എല്ലാ വർഗത്തിൽപ്പെട്ട ഒരാണിനെയും പെണ്ണിനെയും ആ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു, യാ ബുനയ്യ ഇർകം മഅന, മോനെ ഞങ്ങളുടെ കൂടെ ഈ കപ്പലിൽ കയറിക്കോ. ആ സമയത്ത് മകൻ പറഞ്ഞു, സഅവി ഇലാ ജബലി യഅസ്മുനി മിനൽ മാ, ഇവിടെ വെള്ളം വന്നാൽ എന്നെ സംരക്ഷിക്കുന്ന ആ പർവ്വതത്തിൽ ഞാൻ പിടിച്ചു കയറും, അവിടേക്കൊന്നും വെള്ളം വരികയില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ, ഇന്ന് അല്ലാഹുവിൻ്റെ അദാബ് വരുന്ന ദിവസമാണ്. ഇന്ന് നിന്നെ സംരക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല, ഒരു പർവ്വതത്തിനും കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ സംഭവം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിൽ കയറാതെ കണ്ട് ധിക്കാരം കാണിച്ച, അഹങ്കാരം കാണിച്ച ആ കൻആൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന രംഗം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം കാണുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇന്ന ബിനി മിൻ അഹ്ലി, പടച്ചവനെ, നിന്നെയും നിന്റെ അഹിലിനെയും ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ എൻ്റെ അഹിൽപ്പെട്ടവനാണ് ആ വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട്
അള്ളാഹുവിന്റെ കൽപ്പന, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നൂഹേ അത് നിങ്ങളുടെ അഹ്ലിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് ശരിയല്ല. ഇന്നി അഅ്ലുക അൻ തകൂന മിനൽ ജാഹിലീൻ, എന്നോട് വിഡ്ഢിത്തം പറയരുത് എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു താക്കീത് കൊടുത്ത സംഭവം നമുക്കറിയാം. എന്നാൽ ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ അഹ്ലു ബൈത്തിനെ ഉപമിച്ചത്. ആ കപ്പലിൽ കയറിയവരൊക്കെ രക്ഷപ്പെട്ടു, കയറാത്തവർ മുങ്ങി പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലുൻ നബിയ്യ ദരീഅത്തി ഹുമ്മു ഇലയ്യ വസീലത്തി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബമാണ് എൻ്റെ രക്ഷാമാർഗം. ഹുമ്മു ഇലയ്യ വസീലത്തി, എൻ്റെ റഹ്മാനായ റബ്ബിലേക്ക് അടുക്കണമെങ്കിൽ എൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിലേക്ക് അടുക്കണം. ആ തങ്ങളിലേക്ക് അടുക്കണമെങ്കിൽ എൻ്റെ മാർഗം, എൻ്റെ മാധ്യമം അഹ്ലു ബൈത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ നമ്മുടെ മുൻഗാമികളാകുന്ന സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ആരിഫീങ്ങളും മുഴുവൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തെ സ്നേഹിച്ചവരും ബഹുമാനിച്ചവരും ആദരിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുക. അള്ളാഹു മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അലുൻ നബിയ്യി വഇൻ ഖല്ലത്ത് സ്വലാഹത്തുഹും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വഇൻ ഖല്ലത്ത് സ്വലാഹത്തുഹും, അവർക്ക് ജീവിതത്തിൽ നന്മ കുറവാണെങ്കിലും ശരി, ഹും കൽ മനാസിഖി മിൻ ആയാത്തി ഖുർആനി, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലുള്ള മൻസൂഖായ ആയത്തിന്റെ സ്ഥാനമാണ് അവർക്കുള്ളത്. നാസിഖിനും മൻസൂഖിനും ഇജാസിന്റെ കഴിവുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ, ആ മൻസൂഖായ ആയത്തിന്റെ സ്ഥാനമാണ് അഹ്ലു ബൈത്തിനുള്ളത് എന്ന് പറയുമ്പോൾ, അഹ്ലു ബൈത്ത് അവർ ഏത് വേഷമാണെങ്കിലും ഏത് സ്വഭാവമാണെങ്കിലും ഏത് സംസ്കാരമാണെങ്കിലും അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഹ്ലു ബൈത്ത് എന്ന നിലയ്ക്ക് നാം അവരെ ആക്ഷേപിക്കാൻ പാടില്ല. അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അവരിൽ നിന്ന് നമുക്കിഷ്ടപ്പെടാത്ത അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ കണ്ടാൽ നാം അത് പിൻപറ്റേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ശരീഅത്തിന് വിരുദ്ധമായി കണ്ടാൽ നാം അത് അംഗീകരിക്കേണ്ടതില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബം എന്ന നിലയ്ക്ക് നാം അവരെ ബഹുമാനിക്കലും ആദരിക്കലും അവർക്കുള്ള ആ മഹത്വം അംഗീകരിക്കലും നമുക്ക് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാകുന്ന അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുവാനും അവരെ നമ്മോടൊക്കെ ചേർത്ത് പിടിക്കുവാനും അവരുടെ എല്ലാവിധ ബഹുമാനവും ആദരവും വകവെച്ചു കൊടുത്തുകൊണ്ട് നാളെ മഹ്ശറയിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന്റെ അവകാശികളിൽ പെടാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.